ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സൊക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഗാന്ധി നെഹ്റു കാലം മുതൽ ആദ്യത്തെ 12 വരി മതിയോ അതോ മുഴുവൻ പാടണോ? ഈ ചോദ്യമുണ്ട്. 15-ാം തീയതി വന്ദേ മാതരത്തിന്റെ എത്ര വരികൾ സതീശൻ സർക്കാർ സംസ്ഥാനത്ത് ആലപിക്കും? ഇത് സതീശൻ സർക്കാർ ആലപിക്കുന്നതല്ല. കേരളത്തിലെ മതേതര ചേരിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും, രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സർക്കാർ സംവിധാനങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ആ മതേതര വിശ്വാസത്തിനോടൊപ്പം ചേർന്ന് എത്ര വരി ആലപിച്ചിട്ടുണ്ടോ അത്രയേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒരു വരി പോലും ഉണ്ടാകില്ല, ഒരു വാക്ക് പോലും ഉണ്ടാകില്ല. അതിലൊരു സംശയവും വേണ്ട. ശ്രീ എസ് നന്ദു, ഇപ്പം 15-ാം തീയതി 5 ദിവസങ്ങൾക്കപ്പുറം രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് മാത്രമല്ല, ആദ്യത്തേത് മാത്രം എന്നത് കോൺഗ്രസിന്റെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മുടെ രാജ്യം സ്വതന്ത്രാനന്തരം 80 വർഷം പിന്നിടുമ്പോഴും രാജ്യത്തെ വെട്ടിമുറിച്ച് കൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകളുടെ ഭൂതം പ്രാപിച്ച ആളുകൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വസ്തുതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രാജ്യത്ത് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? ആരാണ് CPM? അങ്ങനെ പറഞ്ഞില്ല. അത് പറയാൻ അവരാണോ തീരുമാനിക്കുന്നത്? ഇത്ര വരിയെ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? 30 എന്നാണ് ഞാൻ ഓർക്കുന്നത്. 1937 ആ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കാതെ പോകുന്നത്. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത് ആദ്യമായി. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും. തീരുമാനമെടുത്തത് രവീന്ദ്രനാഥ് ടാഗോറിനെ കഴിഞ്ഞ വർഷം ഓരോ അദ്ദേഹത്തിന്റെ അനുസ്മരിപ്പിക്കലും നരേന്ദ്രമോദി എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ടാഗോറിനെ? അല്ല, ഞാൻ നരേന്ദ്രമോദിനെ ടാഗോറിനെ ഞാൻ മോശമായിട്ട് ഇകഴ്ത്തി കാണിച്ചില്ല. ടാഗോർ എടുത്തൊരു തീരുമാനം മുസ്ലിം ലീഗിലെ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയാമോ? നിങ്ങൾ ഒരൊറ്റ കണ്ടന്റിനെ കാണിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നറേറ്റീവിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഞാൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേര് ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് മാത്രം ഒറ്റ പേരിലേക്ക് നിങ്ങൾ നിർത്തണ്ട. അവിടെ ഒരു കൂട്ടം ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരുടെ ഒരു വേദിയിലാണ് 1937 ഈ തീരുമാനമെടുക്കുന്നത്. 1905 ബംഗാൾ വിഭജന കാലത്ത് ഇല്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1930കളിൽ ഉണ്ടായത്? 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള ദേശീയ നേതാക്കൾ ആദരിക്കുന്ന നേതാക്കൾ എടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണല്ലോ. ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആര്യോട് അങ്ങോട്ട് ചോദിക്കട്ടെ. അപ്പോൾ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ 2ആയി വിഭജിച്ചത്? എന്തായിരുന്നു വികാരം? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് 1930 ഉണ്ടായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി 2ആയി വിഭജിച്ച സമയത്ത് അവർക്ക് അവരുടെ നിലപാടെടുക്കാമായിരുന്നല്ലോ. അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ 2ആയി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് 2ആയി മുറിച്ചത്. അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ചിട്ടുണ്ടാക്കിയത്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ 2ആക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്ന എന്തായാലും BJP അല്ല, RSS അല്ല, എന്തായാലും BJP അല്ലല്ല. ഞാൻ
ചോദിച്ചത് ആര്യ, ആര്യ, കുഴപ്പമില്ല. ആര്യ. കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും തുടങ്ങുന്നത് ആര്യ, വന്ദേ മാതരം ഞാനൊരു ആലപിച്ചുകൊണ്ടാണ്. ഞാൻ അല്ലേ? ആര്യ, വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും ആരംഭിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് ഓക്കെ അല്ല. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ? അവരെ പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഞാൻ താങ്കളോട് രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന. 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930 ഉണ്ടായത്? 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930? ഇനി അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞങ്ങളേക്കാം. രാജ്യത്തിൽ മറ്റ് മതസ്ഥരെ കൊണ്ട് നമ്മുടെ ഭാരതം മതേതര രാജ്യമാണ്. മതേതര രാജ്യം അല്ലാതെ ദുർഗയിലും ശക്തിയിലും മാത്രമല്ല. ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അവർക്കും ജീവിക്കണം. നിങ്ങൾ നാളൊരു ഉത്തരവിറക്കുകയാണ്, അല്ല ഇത് നിർബന്ധമായും പാടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആര്യ വൈകാരികപ്പെടുമ്പോ ഞാൻ ചോദിക്കട്ടെ ആര്യ, 1905 ഈ നാട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നറേറ്റീവിലേക്ക് വരണോ? നിങ്ങൾ പറയുന്ന മാത്രം ശരിയാണെന്ന് പറയുന്നു. ഈ രാജ്യത്ത് ഞാൻ ചോദിച്ചത് ആര്യക്ക് നിലപാട് 1905 1931 മുൻപും 1937 മുൻപും ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവർ സമാധാനമായി ജീവിക്കുകയാണ്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ടാണ്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. എല്ലാ ഭാഗവും പാടണമെന്ന് ബുദ്ധിമുട്ടുണ്ട്. രാജ്യത്ത് ഹിന്ദുക്കൾ മാത്രമല്ല, കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. തുമി ദുർഗ, അതായത് അമ്മേ, ഈ ഭാരതാംബേ നീ ദുർഗയാകുന്നു എന്ന് പാടുന്നത് തെറ്റാണ്. അല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. വായിച്ചേ, ഞാൻ വായിച്ചുതരാലോ. അമ്മേ, ഞങ്ങളുടെ കൈകളിലെ ശക്തി നീയാണ്, ഹൃദയത്തിലെ ഭക്തിയും നീയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. നീ 10 ആയുധങ്ങൾ ധരിച്ച ദുർഗയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആയിരങ്ങളിലേക്കും 80കളിലേക്കും പോകണ്ട. നന്ദുവിന് ഒരു സുഹൃത്തുണ്ടാകില്ലേ? ഒരു മുസ്ലിം സുഹൃത്തെങ്കിലും ഉണ്ടാകില്ല. അവരോട് അവർ ദുർഗയിൽ വിശ്വസിക്കുന്നുണ്ടോ, ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. ഞാൻ പറയാം. ഈ ചർച്ച കഴിഞ്ഞ് ആര്യയും ഈ പറയുന്ന ജിൻഡോയും അതുപോലെ KS അരുൺകുമാറും എൻ്റെ കൂടെ വരാൻ ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ പറഞ്ഞ ഏകദൈവ വിശ്വാസിയൊക്കെ ആണെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇത് മുഴുവൻ ഞാൻ പാടിയില്ല, അത്രയും നന്നായി, അതിനേക്കാൾ നന്നായി ഇത് പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. അപ്പോ ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിൽ വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടായി മുറിച്ച് ഈ രാജ്യത്ത് നിങ്ങൾ വന്ദേ മാതരം 4 വരി പാടാൻ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രം. ഈ വന്ദേ മാതരം അത് മുഴുവൻ പാടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പാടിക്കോ, നിങ്ങൾ അതുകൊണ്ട് തൃപ്തി അടഞ്ഞോ. വന്ദേ മാതരം പാടിയത് കൊണ്ട് ചോദ്യപേപ്പർ ചോർന്നത് ശരിയാക്കപ്പെടില്ലല്ലോ, പെട്രോളിന്റെ വില കുറയില്ലല്ലോ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പൊ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കുറെ ചോദ്യങ്ങളുണ്ട് ജിൻഡോയുടെ ഭാഗം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ശ്രേയസ് നന്ദു മറുപടി പറഞ്ഞോളൂ. അല്ല ശ്രീ ജിൻഡോ, എന്നോട് ആദ്യം തുടങ്ങിയ ലൈനിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതായത് വന്ദേ മാതരം മുഴുവൻ പാടിക്കഴിഞ്ഞാൽ രാജ്യത്തെ ചില കാര്യങ്ങൾ മാറുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ അതേ കാര്യം ജിൻഡോയോട് തിരിച്ചു ചോദിക്കുന്നത്. വന്ദേ മാതരം 2 സ്റ്റാൻസ മാത്രം പാടിക്കഴിഞ്ഞാൽ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പുല്ല് വാരി തിന്നുന്ന, മണ്ണ് വാരി തിന്നുന്ന സാധാരണപ്പെട്ട LP ST റാങ്ക് ഹോൾഡേഴ്സിലെ കുട്ടികൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുമോ?
വന്ദേ മാതരം 2 വരി മാത്രം പാടിയാൽ നീണ്ടകരയിലും വിഴിഞ്ഞത്തും അതുപോലെ മുതലപ്പുഴയിലും സ്വന്തം മക്കളെ കാണാതെ ഭർത്താക്കന്മാരെ കാണാതെ കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്ന സാധാരണപ്പെട്ട അമ്മമാരുടെ അരികിലേക്ക് ആ നഷ്ടപ്പെട്ടു പോയവരെ നിങ്ങൾ എത്തിച്ചുകൊണ്ട് കൊടുക്കുമോ? അതേപോലെ 2 സ്റ്റാൻസ് മാത്രം പാടിക്കഴിഞ്ഞാൽ കേരളത്തിനകത്ത് പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വീടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി തെരുവിൽ കിടക്കുന്ന സാധാരണക്കാർക്ക് അവരുടെ കിടപ്പാടങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. ഇങ്ങനെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയാൽ എണ്ണമറ്റാത്ത ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാത്തത് ഞാൻ എന്റെ വിഷയത്തിനകത്ത് നിൽക്കുന്നു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിനകത്ത് ഫാക്ച്വലായി മറുപടി പറയാനില്ലാതെ വരുമ്പോൾ വായിൽ വരുന്നത് എന്ത് കോതയ്ക്ക് പാട്ട് പാടുന്നത് കോൺഗ്രസിന്റെ തനി ശൈലിയാണ്. ഇനി മുതലും പലിശ ചേർത്ത് കിട്ടി. നിങ്ങൾ വി ഡി സവർക്കറെ കോട്ട് ചെയ്തല്ലോ. ഞങ്ങളുടെ പാർട്ടിയും അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട RSS കാരനാണെന്നുള്ള നിലയിലാണല്ലോ താങ്കൾ കോട്ട് ചെയ്തത്. വി ഡി സവർക്കർ ഏത് RSS കാരനാണ് ജിണ്ടോ? വി ഡി സവർക്കറിനെ നിങ്ങൾ RSS കാരെല്ലാവരും ചേർന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തുന്ന പതിറ്റാണ്ടുകളായി നിങ്ങൾ കള്ളം പറയുന്നില്ലേ? ഒരാളുടെ പേര് പറയാമോ ജിണ്ടോ? ഒരൊറ്റയാളുടെ പേര് RSS കാരനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ഒരൊറ്റയാളുടെ പേര് പറയാനുള്ള തന്റെ ഇടം ജിണ്ടോയെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? ഇനി താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന പാർട്ടി, താങ്കൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? ഞാൻ ആ ഒരു RSS കാരനാ, ഞാനൊരു BJPയുടെ പ്രവർത്തകനാണ്. RSSന്റെയോ BJPയുടെ പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലുമാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതെന്ന് പറയാനുള്ള തന്റെ ഇടം. അല്ലാതെ ഇതിലെ കൂടെ ഒളിഞ്ഞു നോക്കി അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് പാത്തിരുന്ന് കമന്റ് അടിക്കുന്ന ഈ നാട്ടിലൊക്കെ നിൽക്കുന്ന പൂവാലന്മാരുടെ ശൈലിയിലേക്കൊന്നും ജിണ്ടോയെ പോലെ ഒരു കോൺഗ്രസ് വക്താവ് തരം താഴാൻ പാടില്ലെന്നേ. നിങ്ങൾ ധൈര്യമുണ്ടോ പറയാൻ? സ്റ്റേറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, നിങ്ങളുടെ തലതൊട്ടപ്പൻ, നിങ്ങളുടെ രാഹുൽ ഗാന്ധി എത്ര വട്ടമാണ് പല കോടതികളിൽ ചെന്ന് ഇത്തരം പ്രസ്താവനകളുടെ പേരിൽ മാപ്പിരുന്നതെന്ന് നിങ്ങൾക്കറിയോ? എത്ര വട്ടം? 1-2 പ്രാവശ്യമാണോ? നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്ത് നോക്ക്. ഒട്ടേറെ ദിവസങ്ങളിൽ ഒട്ടേറെ കോടതികളിൽ ചെന്നിരുന്ന മാപ്പിരുന്നയാളാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുക. നിങ്ങൾക്ക് പറയാൻ തന്റെ ഇടയില്ല. നിങ്ങൾക്ക് അതിലും ഞാൻ ഒരു മിനിറ്റ് ആര്യ, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു സമയത്തും അരുൺകുമാറും അതുപോലെ തന്നെ ജിണ്ടോയും സംസാരിച്ച ഒരു സമയത്തും താങ്കൾ ഇടപെട്ടില്ല. താങ്കളുടെ ആദ്യത്തെ സമയത്ത് മുഴുവൻ ഇടപെട്ടു. എങ്ങനെ ഒരു കാര്യം താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ജിണ്ടോയ്ക്ക് മറുപടി പറയട്ടെ. എനിക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞോളൂ. ഇടവേളയ്ക്ക് വെക്കോളൂ. നിങ്ങൾ ഇടവേളയ്ക്കോ ഏത് കാര്യത്തിൽ പോകുന്നതിന് എനിക്ക് വിരോധമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ താങ്കൾ പറയുന്നത് ജനാധിപത്യ മതായതത്വത്തിന്റെ ഒക്കെ വലിയ ആൾക്കാരാണെന്ന്. നിങ്ങളുടെ നേതാവ് നെഹ്റു ചത്ത കുതിര എന്ന് വിളിച്ച പാർട്ടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇംഗിതത്തിനനുസരിച്ച് നിന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിലെ നിരവധിയായിട്ടുള്ള അമ്മമാർ കണ്ണീരണിഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെയും മക്കളെയും കാത്ത് ഇന്നും ആ വീടുകളിൽ 11 ദിവസമായിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിലപേശലിന് നിങ്ങൾ തലതാഴ്ത്തി കൊടുത്തോണ്ടല്ലേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണോ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.